വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ സൈനികതല ചർച്ച തുടങ്ങി. ഇരു രാജ്യങ്ങളിലെയും DGMOമാരാണ് ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. സൈനികതല ചർച്ചയ്ക്ക് മുന്നോടിയായി പ്രതിരോധ മന്ത്രിയും സേനാ മേധാവികളും പ്രധാനമന്ത്രിയെ കണ്ടു. ചർച്ചയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ഉന്നതതല യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും അച്യുതൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകും. അച്യുതൻ, യോഗം, ഈ ചർച്ച എത്ര സമയം എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കില്ല. എന്തായാലും ചർച്ചയിൽ ഉന്നയിക്കേണ്ട പ്രശ്നങ്ങൾ, അതിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്നത് സംബന്ധിച്ച് ഇന്ത്യക്ക് കൃത്യതയുണ്ട്, വ്യക്തതയുണ്ട്. അത് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതായിരുന്നു ഇന്ന് രാവിലെ ഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗവും മറ്റു നീക്കങ്ങളുമൊക്കെ. എന്താണ് പുതിയ വിവരങ്ങൾ? ചർച്ച പുരോഗമിക്കുകയാണല്ലോ ഇപ്പോഴും, അല്ലേ? വിജയകുമാർ, ഈ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷമുള്ള ഇരു രാജ്യങ്ങളുടെയും DGMO തല ചർച്ചയാണ് ഇന്നിപ്പോൾ 12 മണിയോടുകൂടി ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ കൃത്യമായ നയം അത് പാകിസ്ഥാനെ അറിയിക്കും. അതിൽ ഒട്ടനവധി തീരുമാനങ്ങൾ ഈ പാക് പ്രകോപനത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സിന്ധു നദീജല കരാർ, ആ ഉടമ്പടി ഇന്ത്യ മരവിപ്പിച്ചിട്ടുണ്ട്. അത് പാകിസ്ഥാൻ ഭീകരത അവസാനിപ്പിക്കുന്നതുവരെ അതങ്ങനെ തന്നെ തുടരും എന്നാണ് ഇന്ത്യ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അനാവശ്യമായ പാക് പ്രകോപനമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. വെടിനിർത്തൽ ധാരണ നിലവിൽ വന്ന ശേഷവും പ്രാബല്യത്തിൽ വന്ന ശേഷവും അന്ന് രാത്രി പാക് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായി. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഇന്ത്യ എടുത്തിരിക്കുന്ന നിലപാടും ഇന്ന് പാക് DGMOയെ അറിയിക്കും. നിലവിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നയം എന്നുള്ളത് ഒരു വിട്ടുവീഴ്ചയ്ക്കും പാകിസ്ഥാനുമായി തയ്യാറല്ല. അവർ ഒരു വെടിയുതിർത്താൽ ഇവിടെ ഒരു ഷെല്ലായിരിക്കും അവരുടെ മണ്ണിൽ പതിക്കുക എന്ന നിലപാടാണ് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. അത് കൃത്യമായി തന്നെ അത്തരം നയങ്ങൾ പാകിസ്ഥാനെ അറിയിക്കും. ഒപ്പം തന്നെ പാക് DGMO എന്താണ് അഭ്യർത്ഥിക്കുന്നതെന്നാണ് ഇനി അറിയേണ്ടത്. പ്രത്യേകിച്ച് ഈ സിന്ധു നദീജല ഉടമ്പടി അത് മരവിപ്പിച്ചത് പാകിസ്ഥാന് ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും അയവ് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യം പാക് DGMO ഈ ഒരു ചർച്ചകളിൽ തിരക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഇതൊരു സൈനികതല ചർച്ചയായതും അതിൻ്റെ ഒരു സ്വഭാവത്തോടു കൂടിയുള്ള ചർച്ചയായിരിക്കും കൂടുതലും ഉണ്ടാവുക. അതിൽ സൈനിക നടപടി സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത ഉണ്ടാവും. നേരത്തെ പുറത്തു വന്നത്, അതായത് കേണൽ സോഫിയ ഖുറൈഷി വ്യക്തമാക്കിയത്, ഈ നിയന്ത്രണ രേഖ അതിർത്തിയോട് ചേർന്നുള്ള മേഖലകളിലെല്ലാം പാകിസ്ഥാൻ ചില തരത്തിലുള്ള സൈനിക നടപടികൾ നടത്തുന്നു എന്നുള്ളത് സേനയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലുള്ള പാകിസ്ഥാൻ്റെ ഇനിയുള്ള നീക്കങ്ങൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഒരു വ്യക്തത ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ചർച്ചകൾ പൂർത്തിയായ ശേഷം 3 സേനകളുടെയും DGMOമാർ 2:30 മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്, ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ള നയങ്ങളും അതോടൊപ്പം പാകിസ്ഥാൻ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഈ ഒരു 2:30 വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് ഈ DGMO തല ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിർണായകമായ കൂടിക്കാഴ്ചകൾ ആരംഭിച്ചത്. ആ കൂടിക്കാഴ്ചയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, 3 സേനാ മേധാവിമാർ, വിദേശകാര്യമന്ത്രി S ജയശങ്കറും സംയുക്ത സൈനിക മേധാവിയും സുരക്ഷാ ഉപദേഷ്ടാവും പങ്കെടുത്തിരുന്നു. ആ യോഗത്തിന് ശേഷം വീണ്ടും ഒരു നിർണായക യോഗം, അതൊരു പ്രത്യേകമായ ഒരു കൂടിക്കാഴ്ച വ്യോമസേനാ മേധാവിയുമായും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായും പ്രധാനമന്ത്രി നടത്തുകയുണ്ടായി.